നമസ്കാരം. ഗ്രാമി ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ് ആദ്യം. ഏങ്ങണ്ടിയൂരിന് ആശ്വാസമാകുന്നു. മണപ്പാട് റെഗുലേറ്റർ നാടിന് സമർപ്പിച്ചു. കണ്ടശങ്കടവ് ജലോത്സവത്തിൽ ചുണ്ടനടക്കം 34 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. ഏങ്ങണ്ടിയൂർ മണപ്പാട് റെഗുലേറ്റർ ഉദ്ഘാടനവും അണ്ടാരത്തോട് മീൻകടവ് റെഗുലേറ്ററുകളുടെ നിർമ്മാണോദ്ഘാടനവും NK അക്ബർ MLA നിർവഹിച്ചു. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെ എക്കാലത്തെയും പ്രശ്നമാണ് മഴ കുറയുന്നതോടെ ഉപ്പുവെള്ളം കയറുന്നത്. ഇത് പരിഹരിക്കുന്നതിനായി ഈ പ്രദേശങ്ങളിൽ വർഷങ്ങളായി ചെയ്തു വരുന്നത് താൽക്കാലിക ബണ്ടുകൾ നിർമ്മിക്കുകയാണ്. ഇതിനായി വലിയ രീതിയിൽ അധ്വാനവും സാമ്പത്തിക ചെലവും വന്നിരുന്നു. എന്നാൽ വേലിയേറ്റത്തിന്റെ ഫലമായി ബണ്ടുകൾ തകരുകയോ ജീർണാവസ്ഥയിലെത്തുകയോ ചെയ്യുന്നതോടെ വീണ്ടും ഉപ്പുവെള്ളം കയറി പഴയ അവസ്ഥയിലേക്ക് എത്തും. ഇതുമൂലം വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാകുകയും കുടിവെള്ളത്തിനും കൃഷിക്കും പ്രതിസന്ധി നേരിടുകയും ചെയ്തിരുന്നു. പുതിയ സ്ലൂയിസുകൾ സ്ഥാപിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. കർഷകർക്ക് തന്നെ അനായാസം പ്രവർത്തിപ്പിക്കാവുന്നതും ഉപ്പുവെള്ളം തട്ടി തുരുമ്പെടുക്കാത്തതുമായ മെക്കാനിക്കൽ റോളിംഗ് ഉരുക്ക് ഷട്ടറാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് പുറമെ തുലാവർഷ മഴയിൽ തോടുകളിൽ വെള്ളം കയറിയാൽ നിഷ്പ്രയാസം വെള്ളം പുറത്തേക്ക് കളയാനും ഇതിലൂടെ സാധിക്കും. NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപ ചെലവഴിച്ച് മണപ്പാട് സ്ലൂയിസ് നിർമ്മിക്കുകയും 53.8 ലക്ഷം രൂപ ചെലവഴിച്ച് മീൻകടവ് സ്ലൂയിസും 51.9 ലക്ഷം രൂപ ചെലവഴിച്ച് അണ്ടാരത്തോട് സ്ലൂയിസ് എന്നിവ നിർമ്മിക്കുന്നതിനുമായി ആകെ 1,32,70,000 രൂപയാണ് ചെലവഴിക്കുന്നത്. ചടങ്ങിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK സുദർശനൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സതീഷ് പനക്കൽ, ഗീതു കണ്ണൻ, വാർഡ് മെമ്പർ ശിവദാസ് കരിപ്പയിൽ, ഇറിഗേഷൻ മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CB ജീഷകുമാർ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R രജീഷ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായി നടക്കുന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിന് ചുണ്ടൻ വള്ളമടക്കം 34 വള്ളങ്ങൾ മത്സരിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ BN സുർജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കണ്ടശങ്കടവ് ജലോത്സവം സെപ്റ്റംബർ 6-ന് കനോലി കനാലിലെ സൗഹൃദ തീരത്താണ് നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ മന്ത്രി K രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മണലൂർ MLA മുരളി പെരുന്നെല്ലി, നാട്ടിക MLA CC മുകുന്ദൻ എന്നിവർ പങ്കെടുക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 2-ന് ജലഘോഷയാത്രയോടെ ആരംഭിക്കും. ചുണ്ടൻ വള്ളങ്ങളും ഇരുട്ടുകുത്തി A ഗ്രേഡ് B ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളും പ്ലോട്ടുകളും നീന്തൽ മത്സരം എന്നിവയും ജലോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ജലോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസത്തെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 31-ന് വടംവലി മത്സരവും സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 10-ന് കുടുംബശ്രീ CDS ഗ്രൂപ്പുകളുടെ പൂക്കള മത്സരം, 2-ാം തീയതി കൈകൊട്ടിക്കളി, 3-ന് വൈകിട്ട് 6 മണിക്ക് ഗാനമേള, 4-ന് കൂർക്കഞ്ചേരി ദൈവമക്കൾ ടീം അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടൻപാട്ട്, 5-ന് സാംസ്കാരിക സമ്മേളനം, ഗാനമേള എന്നിവയും നടക്കുമെന്ന് ട്രഷറർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KV വിനോദൻ, സിമി പ്രദീപ്, ലതാ മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു.
ഓണപ്പൂക്കളം, മാവേലി, ഓണപ്പാട്ടുകൾ, കോൽക്കളി, തിരുവാതിരക്കളി, പുലിക്കളി, ഓണക്കളികൾ, ഓണസദ്യ, വടംവലി എന്നീ പരിപാടികളാണ് സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറിയത്. ചാഴൂർ സ്വസ്ഥ കലാവേദിയുടെ വീരനാട്യവും ഉണ്ടായിരുന്നു. പ്രധാനാധ്യാപിക രമ ഗോപിനാഥ്, PTA പ്രസിഡന്റ് VJ പ്രസീൽ, PTA വൈസ് പ്രസിഡന്റ് പ്രജിത പ്രശാന്ത്, SMC ചെയർമാൻ റിൻഷ ജനീഷ്, വൈസ് ചെയർമാൻ PP രാജേഷ്, MPTA പ്രസിഡന്റ് സിനി ഷോബി, MPTA വൈസ് പ്രസിഡന്റ് അമല അശോക് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തെ ഷഷ്ടി സമുചിതമായി ആചരിച്ചു. രാവിലെ ഉഷപൂജ, വിശേഷാൽ അഭിഷേകങ്ങളായ പഞ്ചാമൃതം, പാൽ, തേൻ, പനിനീർ, ഇളനീർ, ഭസ്മം, പഞ്ചഗവ്യം എന്നീ അഭിഷേകങ്ങൾ ഭഗവാന് സമർപ്പിച്ചു. തുടർന്ന് അമ്മമാരുടെ ഭജനയുമുണ്ടായിരുന്നു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാന ചടങ്ങും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഭുവനൻ തണ്ടാശ്ശേരി, അനിൽ മാക്കോത്ത്, അജയൻ മാക്കോത്ത്, മണികണ്ഠൻ കരുവത്ത്, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ എന്നിവർ നേതൃത്വം നൽകി. പുതുമേനി കണ്ടു കരങ്കുലിപ്പതിനാശയാപ്പോഴും വിദ്യാർത്ഥികൾക്ക് കുതിരസവാരി ഒരുക്കി ചൂലൂർ AAI LP സ്കൂൾ. മൊബൈലിന്റെ ദുരുപയോഗം കുട്ടികളിൽ നിന്നും മാറ്റാനുള്ള അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും ശ്രമം ഫലം കണ്ടതിന്റെ സമ്മാനമായിട്ടാണ് കുട്ടികൾക്ക് കുതിരസവാരി സ്കൂൾ അധികൃതർ ഒരുക്കിയത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഫോണിലെ കളികളിൽ നിന്നും മോചിതരായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷാഫി കണ്ണിങ്കിലകത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിന്ധു, മാതൃസംഗമം പ്രതിനിധി റൂബി നൌഷാദ്, ഷാഫി പുളിഞ്ചോട് എന്നിവർ സംസാരിച്ചു. നൂർജഹാൻ ടീച്ചർ ഒരു ഡിസിഷൻ എടുത്തിരുന്നു നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട്. എന്തായിരുന്നു അത്? ആരെങ്കിലും പറയാമോ? എന്തായിരുന്നു? വിശേഷം നിർത്തുക എന്നുള്ളതായിരുന്നു അല്ലേ? നിങ്ങളത് എന്ത് ചെയ്തു? നിർത്തിയല്ലേ? വളരെയധികം സന്തോഷവും അഭിമാനകരമായ നിമിഷമാണല്ലേ നമുക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? ടീച്ചേഴ്സും നമ്മുടെ പേരൻസും ഉണ്ടല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അഭിമാനകരം, നമ്മുടെ പേരൻസിനും അഭിമാനകരമായ ഒരു നിമിഷമാണ്. അവര് നമ്മുടെ നൂർജഹാൻ ടീച്ചർ ഒരു ഡിസിഷൻ വെച്ച പോലെ തന്നെ നമ്മുടെ കുട്ടികള് ഫോൺ ഉപയോഗം ഒരുവിധം നിർത്തിയിരിക്കുന്നതാണ് നമുക്ക് കണ്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ട്രീറ്റ് നമുക്ക് നൽകണ്ടേ? ആദ്യം നമ്മുടെ കുതിര സവാരിയിലേക്ക് പോകുന്നത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും അനുമോദിച്ചുകൊണ്ട് ആശംസാ സന്ദേശം അറിയിച്ചു. ലഹരിക്കെതിരെ പലതരത്തിലുള്ള ലഹരികളുണ്ട്. ആ ലഹരിയല്ല കുട്ടികൾ ഇപ്പോൾ മൊബൈൽ ഉപയോഗത്തിലുള്ള ലഹരി, ആ ലഹരിയും അവർ ഉപേക്ഷിച്ചു. അവർ ഇനി മുതൽ പഠനാവശ്യങ്ങൾക്ക് മാത്രമേ മൊബൈൽ ഉപയോഗിക്കുള്ളൂ എന്ന് ആ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. അവരെയെല്ലാം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഏറെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
സ്കൂളിലെ അറബിക് അധ്യാപിക നൂർജഹാൻ നേതൃത്വം നൽകി. പൂക്കളം തീർത്തും ഓണസദ്യയും ആദരവ് എന്നിവ നടത്തിയും അന്തിക്കാട് പ്രസ് ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീവൻ കാരമുക്ക്, ട്രഷറർ VS സുനിൽകുമാർ, KS ശശിധരൻ, സുബ്രൻ അന്തിക്കാട്, അബ്ബാസ് വീരാവുണ്ണി, ജോസ് വാവേലി, ഷാജു, മണികണ്ഠൻ കുറുപ്പത്ത്, TS സജി, വിജോ ജോർജ് എന്നിവർ സംസാരിച്ചു. എക്സ് വാടനപ്പള്ളി ബ്രാഞ്ചിന്റെ 10ാം വാർഷികവും KSFE സ്പോൺസർ ചെയ്ത പുതിയ ആംബുലൻസിന്റെ ഉദ്ഘാടനവും നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. എക്സ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ അധ്യക്ഷത വഹിച്ചു. എക്സ് ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വാടനപ്പള്ളി CI NB ഷൈജു എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. എക്സ് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ മാത്തുക്കാട്ടിൽ, ട്രഷറർ TL ജോസ് എന്നിവർ സംസാരിച്ചു. 10 വർഷമായി മികച്ച രീതിയിൽ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർ ഷിയാസിനെ ചടങ്ങിൽ ആദരിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മുൻ പ്രധാനാധ്യാപിക VD ഷീല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിന്ധു അനിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സീജ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി CF ഫെമി, BRC കോർഡിനേറ്റർ KR രേഖ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ഓണപ്പാട്ട്, പാസിംഗ് ബോൾ, കുട്ടിയും കോലും എന്നീ മത്സരങ്ങളും തുടർന്ന് രക്ഷിതാക്കളും കുട്ടികളും നടത്തിയ പട്ടം പറത്തലും നടത്തി. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഷീല സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. ആർപ്പുവിളികളുമായി അന്തിക്കാട് KGM സ്കൂളിലെ കുരുന്നുകൾ ഓണത്തെ വരവേറ്റു. പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തുമ്പിതുള്ളൽ, ഊഞ്ഞാലാട്ടം, ഓണക്കളി, പുലിക്കളി, കുമ്മാട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവയാൽ ഇത്തവണത്തെ ഓണാഘോഷം അതിഗംഭീരമായി. റിട്ടയേർഡ് അധ്യാപകരായ EP മൂസ, NB മല്ലിക, സംഗീതാധ്യാപിക കൊച്ചു ത്രേസ്യ, സ്മിത, റീജ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. കുഞ്ഞുമക്കൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമുണ്ടാക്കി നിത്യേന വിളമ്പുന്ന മല്ലിക, തുഷാര, സിനി എന്നിവർക്ക് യോഗത്തിൽ ഓണക്കോടി നൽകി ആദരിച്ചു. തുടർന്ന് അന്തിക്കാടിന്റെ ഗ്രാമവീഥിയിലൂടെ ആർപ്പുവിളികളുമായി അന്തിക്കാട് KGM സ്കൂളിലെ പുലിക്കുട്ടികളും കുമ്മാട്ടിക്കൂട്ടവും ഇറങ്ങിയപ്പോൾ ആളുകൾ ഹർഷാരവത്തോടെ എതിരേറ്റു. PTA പ്രസിഡന്റ് ലിയോ P ജോർജ്, പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ സിബി എന്നിവർ സംസാരിച്ചു. ശാന്തിയും കാർമ്മികത്വം വഹിച്ചു. സുമേഷ് എറണാകുളത്ത്, ജിഷ്ണു വാഴപ്പുള്ളി, സന്ദീപ് കുട്ടിയാട്ടിൽ, ധനേഷ് മഠത്തിപ്പറമ്പിൽ, രാകേഷ് KR, രാജേഷ് ഒറ്റാലി, അനൂപ് പട്ടത്ത്, ജിജിൻ മച്ചിങ്ങൽ, ജിതിൻ റാം, NS ശിവജി, കവിൻ നെടിയിരിപ്പിൽ, സോമദത്തൻ KS, അനയകൃഷ്ണ, ആദിത് കേശവൻ എന്നിവർ നേതൃത്വം നൽകി.
തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം ത്രില്ലോണം 2025 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വലപ്പാട് SHO അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പേഴ്സ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ MA ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, മാനേജർ മുഹമ്മദ് IT, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS, ഹെഡ് ഗേൾ അമീഷ ഇഷാഖ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാലയ ലൈബ്രറിയിലേക്ക് സർവ്വവിജ്ഞാനകോശത്തിന്റെ 30 വാല്യം സംഭാവന ചെയ്ത പന്നിപ്പുലത്ത് ഷടാനനൻ, ആനന്ദവല്ലി ദമ്പതികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കോർഡിനേറ്റർമാർ, പ്രോഗ്രാം കോർഡിനേറ്റർമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഓണച്ചമയങ്ങളാൽ അലങ്കൃതമായ വേദിയിൽ ഓണത്തനിമ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. പണ്ട് ഇവിടുത്തെ ആളുകൾ, ഈ പ്രായമായ മുതിർന്ന ആളുകൾ പറയുന്നൊരു വാചകമുണ്ട്, ഞങ്ങളുടെ കാലത്തൊക്കെ ആയിരുന്നു ഓണം ആഘോഷിച്ചത്. അതിപ്പോഴും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ കാലത്താണ് ഓണം. പക്ഷെ ഓണം എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അത് ഏതൊക്കെ രീതിയിൽ ആഘോഷിക്കണമെന്ന് നമ്മൾ പൂർവികം ആലോചിച്ചു. ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ചട്ടക്കൂടിലേക്ക് മാറി ഇതിനുള്ള ഒരു ആഘോഷമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഇവിടുത്തെ ഈ ഒരു ചുറ്റുപാടിൻ്റെ മനോഹരമാണ്. കസേരയില്ലാതെ കറയിൽ നിന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതേപോലെ തന്നെയാണ് ഓണത്തിൻ്റെ സന്ദേശവും സ്നേഹവും സമത്വവും സാഹോദര്യവും നമ്മുടെ പ്രതിജ്ഞയിൽ പറയുന്ന പോലെ. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്പയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. അഖില കേരള ധീവരസഭ ഏങ്ങണ്ടിയൂർ കരയോഗം, സൗഹൃദവേദി UAE, ഖത്തർ ബ്രദേഴ്സ് എന്നിവ സംയുക്തമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി ഉദ്ഘാടനം ചെയ്തു. കടൽ മണൽ ഖനനം, കരിമണൽ ഖനനം എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ധീവരസഭയോടും മത്സ്യത്തൊഴിലാളികളോടും അനുവർത്തിക്കുന്ന നയങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ശക്തമായി സമരരംഗത്തിറങ്ങുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. ഏങ്ങണ്ടിയൂർ കരയോഗം പ്രസിഡന്റ് OS ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. PS ഷൈജു മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് UB മണികണ്ഠൻ അവാർഡുകൾ വിതരണം ചെയ്തു. ബിരുദാനന്തര ബിരുദം നേടിയ KS നിഷ്മ, KS അപർണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏങ്ങണ്ടിയൂർ കരയോഗം സെക്രട്ടറി TS സോമൻ, ട്രഷറർ UK നാരായണൻ, ധീവരസഭ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം UM സുബ്രഹ്മണ്യൻ, AV മോഹൻദാസ്, UM സുരേഷ്, AK വെങ്കടേശൻ, അനിത മുരുകേശൻ, ഉഷ സുകുമാരൻ, PM വിദ്യാസാഗർ എന്നിവർ സംസാരിച്ചു. ബോട്ടുകൾ 3 ബോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ വലയിൽപ്പെട്ടു. വള്ളക്കാർ പെടുന്നു, ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സംരക്ഷിക്കാൻ ആരും എത്തുന്നുമില്ല. വേണ്ട നടപടികൾ, കാരണം അന്താരാഷ്ട്ര തലത്തിൽ അതിന് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാൻ കഴിവുണ്ട്, നിയമങ്ങളുണ്ട്. പക്ഷെ അത്തരത്തിലുള്ളൊരു സംവിധാനം ഇതുവരെ എത്തിയിട്ടില്ല. ആ നിലയ്ക്ക് നമ്മൾ ധീവരസഭ നേരിട്ട് തന്നെ കോടതിയിൽ പോയി അതിനുവേണ്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പഞ്ചാബിലെ ലുധിയാനയിൽ ഓഗസ്റ്റ് 29 മുതൽ 31 വരെ നടക്കുന്ന 47ാമത് ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരളത്തിന്റെ ടീം മാനേജറായി കണ്ടശങ്കടവ് പടിയം സ്വദേശി KM ഹരി, കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ റഫറി CS സൗമ്യ എന്നിവരെ തെരഞ്ഞെടുത്തു. വാടനപ്പള്ളി ഈസ്റ്റ് LP സ്കൂൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി മുഖ്യാതിഥിയായി സംബന്ധിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, PTA അംഗങ്ങളുടെ കൈകൊട്ടികളി, ഉറിയടി, വടംവലി മത്സരങ്ങൾ എന്നിവ നടത്തി. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. പ്രധാനാധ്യാപിക TR ദിവ്യ, PTA പ്രസിഡന്റ് TC ബിനീഷ്, MPTA പ്രസിഡന്റ് ശിഖില, മാനേജർ സുനിൽകുമാർ, OSA, മറ്റ് PTA അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കോമരത്തിന് കലശാഭിഷേകം നടത്തി അവരോധിച്ചു. ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്ത ചടങ്ങിന് തന്ത്രി പഴങ്ങാമ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കിഫ്ബിയിൽ നിന്നും 1,30,00,000 രൂപ ചെലവാക്കിക്കൊണ്ട് നിർമ്മിക്കുന്ന മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മണലൂർ MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ വിശ്വംഭരൻ, പ്രിൻസിപ്പാൾ GGP ബാലകൃഷ്ണൻ, പ്രധാനാധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി, LP സ്കൂൾ പ്രധാനാധ്യാപിക CL ജോസി, MR മോഹനൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ വാണി അനൂപ്, ഗിരീഷ് ചെറിയത്ത്, സുനിത സുനോജ് എന്നിവർ സംസാരിച്ചു. പ്രശ്നങ്ങളുണ്ട്. കെട്ടിടത്തിന് ഒരു ഫണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് MLA ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കിഫ്ബി സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് വേണം? ഏത് ഗവൺമെൻറ് ആകട്ടെ, പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം. തൊട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പണമുണ്ടാക്കാൻ 3 മാർഗ്ഗമുള്ളൂ. കക്കാൻ പറ്റില്ലല്ലോ, കൊള്ള ചെയ്യാൻ പറ്റുമോ? സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് 3 മാർഗ്ഗമാണ്. നമുക്കറിയാം നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുക ചിലരിപ്പോൾ. ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമുഖം തന്നെ പറയുന്നത് എന്താണ്? ഇന്ത്യയെപ്പറ്റി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ എങ്കിൽ കേരളം ഈ സംസ്ഥാനത്തിൽ പെട്ടതല്ലേ എന്ന് സാധാരണക്കാർക്ക് തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. എടമുട്ടം SNS സമാജം വിദ്യാമന്ദിർ സ്കൂളിൽ തിമിർത്തോണം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PS പ്രസീത, SNS സമാജം സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി, ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് തോട്ടുപുര, സുമേഷ് എർണയെഴുത്ത്, PTA പ്രസിഡന്റ് നിമ രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ തനത് കലയായ പുലിക്കളിയുടെയും വേഷമെല്ലാം അണിഞ്ഞുകൊണ്ട് കുട്ടി മാവേലി മുത്തശ്ശൻ്റെയും അതുമാതിരി എല്ലാ ഇതിൻ്റെയും വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് നമ്മുടെ കാവൽക്കാർ പട്ടാളക്കാർ അവരുടെ വേഷം അണിഞ്ഞുകൊണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കൊച്ചുമക്കൾ വളരെ ചെറിയ കുട്ടികളാണ്. ഓണം എന്താണ്, ഓണത്തിൻ്റെ ആശയം എന്താണ്, അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് അല്ലേ. ഓണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മാവേലി നാട് വാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു. എല്ലാ നിലയ്ക്കും, ഭക്ഷണകാര്യത്തിൽ, ജീവിത നിലവാരത്തിൽ, എല്ലാത്തിലും. അതുതന്നെയല്ലേ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ഗവൺമെൻറ് ഓണാഘോഷത്തിൻ്റെ പേരിൽ പല 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 ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഒരാൾ പോലും ഓണം വളരെ മോശമായി ഉണ്ണരുത് എന്ന രീതിയിൽ സമൃദ്ധമായി തന്നെ ഓണാഘോഷം നടത്തണം എന്ന രീതിയിലാണ് നമ്മുടെ നാട് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. നാട്ടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നാട്ടിക പള്ളി പരിസരത്ത് നിർമ്മാണത്തിലെ അപാകത മൂലം ഉണ്ടായിട്ടുള്ള കുഴികളിൽ വീണ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി 2-വീലർ യാത്രക്കാരാണ് പരിക്കേൽക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന നാട്ടിക ബീച്ച് റോഡ് പോസ്റ്റ് ഓഫീസിന് പടിഞ്ഞാറോട്ട് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുസ്സഹമായിട്ട് മാസങ്ങളായെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് PB സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സജിനി മുരളി ഉദ്ഘാടനം ചെയ്തു. PTA ശ്രീകുട്ടൻ, സിജിത്ത് കരുവത്ത്, NS ഉണ്ണിമോൻ, ജയൻ വളവത്ത്, സിദ്ധാർത്ഥൻ ആലപ്പുഴ, AK ചന്ദ്രശേഖരൻ, AS ദേവദാസ്, PK രഞ്ജൻ, NP ആഘോഷ്, BA അജയൻ എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് കോൺവെന്റ് സ്കൂളിന് സമീപം ഇരുചക്ര വാഹനവും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന കാരമുക്ക് കിളിയാടൻ അശോകന്റെ മകൻ അഖിലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കണ്ടശങ്കടവ് കോൺവെന്റ് സ്കൂളിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ അഖിലിനെ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് മലയാളമങ്ക, കേരള മന്നൻ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. തുടർന്ന് പൂക്കള മത്സരം, തിരുവാതിരക്കളി, വിവിധ കലാപരിപാടികൾ, ഓണസദ്യ എന്നിവ നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക CJ ജെന്നി, മറ്റധ്യാപകർ, രക്ഷാകർത്താക്കൾ, PTA ഭാരവാഹികൾ, മാതൃസംഗമം ഭാരവാഹികൾ എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗ്രേസ് കിഡ്സ് കിൻഡർ ഗാർഡനിലും ഓണാഘോഷ പരിപാടികൾ നടന്നു. ഗ്രേസ് കിഡ്സ് പ്രധാനാധ്യാപിക നൈസി ഷാജിയും മറ്റധ്യാപകരും നേതൃത്വം നൽകി. നമ്മുടെ KG മുതൽ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ഇതിൽ നല്ല സജീവമായി പങ്കാളിത്തമുണ്ടായിരുന്നു. അവരെല്ലാവരും മലയാള പെൺകുട്ടികളെല്ലാവരും തന്നെ ഒരുവിധം കുട്ടികൾ മുഴുവൻ മലയാളി മങ്ക ആയി അവരുടെ പേരൻസും അതിൽ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷനും. വിജയിച്ച എല്ലാവർക്കും 1-2 സ്ഥാനം മാത്രമല്ല, പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകളും എല്ലാം അഭിനന്ദനങ്ങളും നേടുകയാണ്. നമുക്ക് അടുത്ത റിസൾട്ട് കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ഓണാശംസകൾ നേർന്നു കൊള്ളട്ടെ. ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് ഓണാഘോഷം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്.
മലയാളി മങ്ക, കേരള ശ്രീമാൻ എന്നീ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുട്ടികളെല്ലാവരും വളരെ നല്ല ഭംഗിയോടെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണസദ്യയും പൂക്കളുമെല്ലാം ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് കഴിമ്പ്രം 13-ാം വാർഡ് കുടുംബശ്രീയുടെ ഓണാഘോഷം വലപ്പാട് പകൽ വീട്ടിൽ നടന്നു. 250 പേരുടെ ഓണസദ്യയും വയോജന അയൽക്കൂട്ടംഗങ്ങൾക്ക് ഓണപ്പുടവയും കുടുംബശ്രീയുടെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവ് എന്നിവയും നടന്നു. CC മുകുന്ദൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ തപതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, CDS ചെയർപേഴ്സൺ സുനിത ബാബു, PS ഷജിത്ത്, ജിൻസി രമേശ്, PS നിമോദ്, ജയപ്രഭ, സുരേന്ദ്രൻ നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരം, വിവിധ കലാപരിപാടികൾ, കലാമത്സരങ്ങൾ എന്നിവ നടന്നു. കലാമത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലിക ദേവൻ സമ്മാന വിതരണം നടത്തി. പല രീതിയിലുള്ള സംഘടനകൾ നമ്മുടെ പ്രദേശത്ത് പല രാഷ്ട്രീയ പാർട്ടികളും അത് ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഇവിടെ പറയാനായി നമ്മുടെ സർക്കാർ രാഷ്ട്രീയം പേരെടുത്ത് പറയുമ്പോൾ വലിയ വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ നായനാർ സർക്കാരിൻ്റെ കാലത്തിലാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഏതെല്ലാം വികസനങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മുടെ ഗ്രാമീണ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഭാവി കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോകലാണ് ഗ്രാമസഭകളിൽ കൂടെ നമ്മൾ ഉയർത്തിപ്പിടിച്ച. ആൽഫ പാലിയേറ്റീവ് കെയർ എടത്തിരുത്തി ലിങ്ക് സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ആൽഫ ലിങ്ക് സെന്റർ പ്രസിഡന്റ് പ്രതാപൻ മേനോത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ, ട്രഷറർ ഇബ്രാഹിംകുട്ടി, സതീഷ് കുമാർ വിശാഖപട്ടണം, മോഹനൻ പൈനാട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടത്തി. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു ഓണാഘോഷങ്ങളുടെ തുടക്കം. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരന്ന വടംവലി മത്സരം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ PK ശ്രീജിഷ്, BB സജിത്ത്, പ്രധാനാധ്യാപകൻ KS കിരൺ, LP വിഭാഗം പ്രധാനാധ്യാപിക BV അമ്പിളി, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂരിക്കുഴി AM UP സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി 18 മുറി നേതാജി വായനശാല ഒരുക്കിയ വ്യത്യസ്തമായ പൂക്കളം ശ്രദ്ധേയമായി. ഇന്ത്യൻ ഭരണഘടനയും ഓണവും നമുക്ക് തരുന്ന സന്ദേശമാണ് പൂക്കളത്തിന്റെ ആശയം. 20 അടി വലിപ്പമുള്ള പൂക്കളം തീർക്കാൻ 35 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ചലച്ചിത്ര സംവിധായകൻ KB മധു, ചിത്രകാരൻ സയ്യിദ് ഷാഫി,
നേതാജി വായനശാല സെക്രട്ടറി കെ സതീശൻ എന്നിവർ ചേർന്നാണ് പൂക്കളം തീർത്തത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ആർ ബിജു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ടി കെ ഉബൈദ്, വൈസ് പ്രസിഡന്റ് കെ ഭാസ്കരൻ, PTA പ്രസിഡന്റ് KS സുവിൻ, പ്രധാനാധ്യാപിക ഷൈജി ചാക്കോ, KV സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുള്ള കോൾപ്പാടം ടൂറിസം സെന്റർ പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ശനിയാഴ്ച ഓൺലൈനായി നിർവഹിക്കും. പുള്ളുപാലം പരിസരത്ത് വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ പങ്കെടുക്കും. വാടനപ്പള്ളി ഫാറൂഖ് നഗർ വടക്ക് ടിപ്പു നഗറിൽ താമസിക്കുന്ന രായം മരക്കാർ വീട്ടിൽ പരേതനായ ബീരാവുണ്ണിയുടെ മകൻ സെയ്ദ് മുഹമ്മദ് നിര്യാതനായി. 107 വയസ്സായിരുന്നു. മുസ്ലിം ലീഗ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. പരേതയായ കളവൂർ ആമിനയാണ് ഭാര്യ. പരേതനായ ഷംസുദ്ദീൻ, മുഹമ്മദ്, ഫാത്തിമ, ഐഷ, ഹഫ്സ, സൗദ എന്നിവർ മക്കളും മാജിദ, മുഹമ്മദ്, കരീം, മുഹമ്മദ്, റഷീദ് എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഏങ്ങണ്ടിയൂരിന് ആശ്വാസമാകുന്നു. മണപ്പാട് റെഗുലേറ്റർ നാടിന് സമർപ്പിച്ചു. കണ്ടശങ്കടവ് ജലോത്സവത്തിൽ ചുണ്ടനടക്കം 34 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.